ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് ഹാലോങ് ബേയിലെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള സങ്സോട്ട് കേവ് അല്ലെങ്കിൽ സർപ്രൈസിങ് കേവിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാ ഈ കാണുന്നതിൻ്റെ ടോപ്പിലേക്കാണ് നമുക്ക് നടന്നു കയറേണ്ടത്. കുറേയധികം സ്റ്റെപ്സ് ഉണ്ട്. അപ്പം നമ്മളെ ഗൈഡ് അതാ പച്ചക്കൊടിയും പിടിച്ചിട്ട് മുന്നിൽ പോകുന്നുണ്ട്. അവരെ പുറകിൽ നമ്മളും പോകണം. 1 മണിക്കൂറാണ് നമുക്ക് ഈ കേവിനുള്ളിൽ ചിലവഴിക്കാൻ സമയം തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇറക്കിയെടുത്തല്ല തിരിച്ച് വന്ന് കയറേണ്ടത്. കുറച്ചപ്പുറമാണ്. അവിടെ ആയിരിക്കും ബോട്ട് പാർക്ക് ചെയ്തിട്ടുണ്ടാവല്. അങ്ങനെ എല്ലാവരും വരിയായിട്ട് സ്റ്റെപ്പ് കയറാൻ നിൽക്കുകയാണ്. കുറച്ച് ചെറിയ സ്റ്റെപ്പ് തന്നെയാണ്. എല്ലാവർക്കും കുറേ ആൾക്കൊന്നും ഒന്നിച്ച് കയറാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും വരിയായിട്ട് കയറുന്നതാന്നുള്ളത്. കുറച്ച് സ്റ്റെപ്പ് കയറുമ്പോഴത്തേക്കും കുറച്ച് ക്ഷീണം പിടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ കുറച്ച് വ്യൂ പോയിന്റിന് വേണ്ടിയിട്ടുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്നിട്ട് ആ വ്യൂ ആസ്വദിക്കുകയും ഫോട്ടോസ് എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഏറ്റവും ടോപ്പിൽ നിന്ന് ഈ ഹാലോങ് ബേ കാണാൻ, അതായത് പച്ച കളർ വെള്ളത്തിൽ കുറേ ക്രൂയിസുകൾ ഇങ്ങനെ അവിടെ ആയിട്ട് നിർത്തിയിട്ടിരിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ 2 മിനിറ്റ് അവിടെ നിന്ന് കാഴ്ചകളെല്ലാം കണ്ട ശേഷം ഞങ്ങൾ നേരെ അങ്ങനെ കേവിനുള്ളിലേക്ക് കയറി. കേവിനുള്ളിലേക്ക് കയറുമ്പോൾ ചില സ്ഥലങ്ങളിൽ ചെറിയ ഇടുങ്ങിയ വഴികളാണ്, ചില സ്ഥലങ്ങളിൽ നല്ല വീതിയുള്ള വഴികളാണ്. പിന്നെ കുറച്ച് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ തെന്നിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഫുൾ ഇരുട്ടാണ്. ആ ഇരുട്ടിനെ മറക്കാൻ വേണ്ടിയിട്ട് അവിടെ ആയിട്ട് കുറേ മഞ്ഞ ലൈറ്റുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതാണ് ആ ഇടക്കിടക്ക് മഞ്ഞ കളർ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത്. പിന്നെ ഈ കേവിൻ്റെ ഉള്ളിൽ കാണാൻ ഭയങ്കര രസമാണ്. ഈ ഗുഹയുടെ ഉള്ളിൽ വലിയ വലിയ പാറക്കെട്ടുകളും പിന്നെ കുറേ രൂപങ്ങളും ഉണ്ട്. ഇത് പ്രകൃതിയാലായിട്ട് സ്വയം ഉണ്ടായതാണെന്നാണ് പറയുന്നത് കേട്ടെ. ഈ ഗുഹയുടെ ഉള്ളിലോട്ട് പോകുന്തോറും അതിൻ്റെ വലുപ്പവും അതിൻ്റെ ഭംഗിയെല്ലാം നമ്മൾ ആശ്ചര്യപ്പെടുത്തുന്നതാണ്. അതുകൊണ്ടായിരിക്കാം ഇതിന് സർപ്രൈസിങ് കേവ് എന്നുള്ള പേര് വന്നത്. ഓരോ പാറക്കെട്ടുകളും കാണുമ്പോൾ എന്തൊക്കെയോ രൂപങ്ങൾ പോലെയൊക്കെ നമുക്ക് ചില സമയത്ത് തോന്നുന്നുണ്ട്. പിന്നെ ഓരോ പാറക്കെട്ടിന്മേൽ എന്തൊക്കെയോ ചില രൂപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഗൈഡ് വിശദീകരിച്ച് തരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നടക്കാൻ നല്ല രസമാണ്. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം സ്റ്റെപ്പ് കയറാൻ മാത്രമാണ് കുറച്ച് മടിയുണ്ടായത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നല്ല വിശാലമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ദൂരെ നിന്ന് നോക്കുമ്പോൾ ആൾക്കാരൊക്കെ നമുക്ക് ചെറുതായിട്ട് തോന്നും. കാരണം ആ ഗുഹേൻ്റെ വലുപ്പം അത്രയ്ക്കുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അധികം ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഫുള്ള് ഇരുട്ടായിട്ടാണ് നമുക്ക് അധികവും ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഫോട്ടോ ഒന്നും വലിയ ക്ലാരിറ്റിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നമുക്ക് കാഴ്ചകൾ കണ്ടു പോകാൻ നല്ല രസമാണ്. എത്രയൊക്കെ നടന്നിട്ടും എൻഡിലെത്താത്തൊരു ഫീലാണെന്നുള്ളത്. അത്രയ്ക്ക് അതിൻ്റെ ഉള്ളിൽ നടക്കാനുണ്ട്. പിന്നെ ചില ആൾക്കാർ റിട്ടേൺ പോകുന്നത് കാണുമ്പോൾ വിചാരിക്കും ഇപ്പം എത്തും നമ്മളെന്ന്. പിന്നെ നോക്കുമ്പോഴാണ് പിന്നെ അത് കുറേ ചുറ്റിയിട്ടാണ് അവർ നടന്നു വന്നിട്ടുള്ളതെന്ന് മനസ്സിലാകുന്നത്. പിന്നെ അവിടെ കുറേ ആൾക്കാർ പൈസ ഇട്ട് പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ ഒരു ഫോട്ടോ എടുത്തു കൊടുക്കുന്ന ഒരാളുണ്ടായിരുന്നു. അത് നമുക്ക് ഫ്രീ ആയിട്ട് എടുത്തു തരുന്നതാണ്. എന്നിട്ട് നമുക്ക് പുറത്തിറങ്ങുന്ന സമയത്ത് 2 കീ ചെയിൻ ആക്കിയിട്ട് ഒരാൾക്ക് ഒരു കീ ചെയിൻ വീതം ആക്കി തരും. പിന്നെ അതിൻ്റെ തന്നെ വലിയ ഫോട്ടോ ആണെങ്കിൽ അവർ പ്രിന്റ് ചെയ്തും തരും ആ ഗുഹേൻ്റെ ഉള്ളിൽ നിന്നുള്ളത്. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. കാരണം ഈ ലൈം സ്റ്റോണുകളൊക്കെ എങ്ങനെ ഈ രൂപത്തിലായി വന്നു, അല്ലെങ്കിൽ എങ്ങനെ ഇതിങ്ങനെ തന്നെ നിൽക്കുന്നു എന്നൊക്കെ കുറച്ചും കൂടി ആലോചിക്കുമ്പം ശരിക്കും അതൊരു അത്ഭുതം തന്നെയാണ്. അങ്ങനെ നമ്മൾ ഗുഹയുടെ ഉള്ളിലെല്ലാം നടന്ന് പിന്നെ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്തി. ആ വ്യൂ പോയിന്റിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഒരു അടിപൊളിയായിരുന്നു. ഇത് ഫുള്ള് നടന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ലോണം താഴ്ക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ വെള്ളമൊക്കെ വാങ്ങി കുടിച്ചു. വെള്ളം വാങ്ങാനും കുടിക്കാനൊക്കെയുള്ള സൗകര്യം അവിടെ തന്നെയുണ്ട്. പിന്നെ ഇനി നമുക്ക് അവിടെ നിന്ന് കുറച്ച് വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ട ശേഷം നമുക്ക് തിരിച്ച് താഴോട്ട് ഇറങ്ങേണ്ടതാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് താഴോട്ടിറങ്ങാൻ കുറച്ചും കൂടി പണിയെടുത്തു. കാരണം നല്ല കാലുവേദന ഉണ്ടായിരുന്നു. അപ്പോഴാലോചിച്ചു ഇനിയും നമുക്കൊരു ഐലൻഡ് കയറാനുണ്ട്, അതേപോലെ പിറ്റേ ദിവസം കൂടി പോവാനുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയെന്നുള്ളത്. പിന്നെ നമ്മൾ നടന്ന് താഴെ എത്തി. നമ്മുടെ ബോട്ട് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോയി. ഇതാണ് നമ്മൾ ബോട്ട് വരുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് ബോട്ടിലൊക്കെ കയറിയിട്ട് ഒരു 20 മിനിറ്റ് ദൂരമുണ്ട് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള കയാക്കിങ്ങിലേക്ക്.